എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കൊച്ചുകഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കഥ എന്ന് പറയുന്നത് ഒരു അപ്പനും അമ്മയും രണ്ട് ആങ്ങളമാർക്കും കൂടി ഉണ്ടായ ഒരു പെങ്ങളാണ് ഡോളി എന്നു പേരുള്ള ഒരു മകള്. ഡോളി എന്ന മകള് ഒരു അപ്പനും അമ്മയ്ക്കും പിറന്ന ആദ്യത്തെ ഒരു പെൺകുട്ടി. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് ആ മാതാപിതാക്കളും സഹോദരങ്ങളും ആ മകളെ വളർത്തിയിട്ടുണ്ടായിരിക്കുക. അങ്ങനെ ആ മകൾ വളർന്നു വന്നു. അതിനുശേഷം ആ മകൾക്ക് ശാരീരികമായി ചെറിയ ചെറിയ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും കടന്നു വന്നു. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം കുറച്ചൊക്കെ നടക്കാനും ഒക്കെ സാധിച്ചു. അത് കഴിഞ്ഞ് തീർത്തും വീൽ ചെയറിലായി. ഞാൻ ഈ ഡോളി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നത് 2018 ഞാൻ ഈ ഡോളിയെ കണ്ടുമുട്ടുന്നത്. ഞാൻ ഡോളിയെ കണ്ടുമുട്ടുമ്പോൾ ഈ ഡോളി എന്ന് പറയുന്ന വ്യക്തിയെ ഒരു പരിചയവും എനിക്കില്ല. അങ്ങനെ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ വെച്ചിട്ടാണ് ഡോളിയെ കാണുന്നത്. അപ്പൊ ഡോളിയെ കുറിച്ച് അവിടെ എല്ലാവരും പറയുന്നുണ്ട്, ഡോളി വരുന്നുണ്ട്, ഡോളി വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഡോളി എങ്ങനെയുള്ള ആളാണെന്നുള്ള ആകാംക്ഷയിൽ ഇരിക്കുകയായിരുന്നു. ഡോളിയെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലെ ഒരുപാട് വിഷമമാണ് തോന്നിയത്. പക്ഷെ ഡോളി വന്ന് ഇരുന്നത് എൻ്റെ അരികിലായിരുന്നു. അവളെ സംസാരം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി തോന്നി. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തില് ഡോളിക്ക് ഇത്രയും സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പേര് പറഞ്ഞ് പരിചയപ്പെട്ടു. അതിന് ശേഷം നിങ്ങൾ ഒരുപാട് ഫ്രണ്ടായി. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും. സ്വന്തമായി അവൾക്ക് കൈകൊണ്ട് ഫോൺ എടുക്കുവാനോ സ്വന്തമായി ഒരു ഉറുമ്പ് വന്നു കഴിഞ്ഞ് തട്ടാനോ ഒന്നിനും സാധിക്കാത്ത ഡോളി, അവൾക്ക് എവിടെയെല്ലാം പോകണമെന്ന് ആഗ്രഹം വീട്ടുകാരോട് പറഞ്ഞാൽ അവിടേക്കെല്ലാം ആ വീട്ടുകാർ പറഞ്ഞു അയക്കും. അത് വലിയൊരു സപ്പോർട്ടായിരുന്നു. ഒന്നിനും പറ്റാത്തൊരു മകളെ ഏത് കുടുംബക്കാരാണ് ഇങ്ങനെ പറഞ്ഞയക്കുക? അവർക്ക് ഒരു വിശ്വാസമുണ്ട്, എൻ്റെ മകൾ കൊണ്ടുപോകുന്നവര് സുരക്ഷിതമായി അവിടെ എത്തിക്കും എന്നുള്ളത്. അങ്ങനെ ഡോളി വേളങ്കണ്ണി വരെ യാത്ര ചെയ്തു. ഈ സാഹചര്യത്തില് ഡോളിക്ക് ഒരുപാട് ഫ്രണ്ട് ഉണ്ട്. ഡോളിയുടെ കൂടെ എപ്പോഴും 3-4 കൂട്ടുകാര് എപ്പോഴും മാള എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നുണ്ടായിരിക്കും. യാത്രയിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യുക അവരാണ്. അവർക്ക് പറ്റുന്ന ഹെൽപ്പ് അവർ ചെയ്തു കൊടുക്കും. പക്ഷെ ഡോളിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, സംസാരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും അവൾക്കില്ല. അങ്ങനെ ഇരിക്കെ സാഹചര്യത്തില് അവള് എന്നോട് പറയും, ഓരോ അച്ഛന്മാരുടെയോ ഞാനും അവളും അറിയുന്ന വ്യക്തികളുടെയോ ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ എന്നെ 2 ദിവസം മുന്നേ എന്നെ വിളിച്ച് അറിയിക്കും. ലില്ലിയെ, ഇങ്ങനെ ഒരാളുടെ ബർത്ത്ഡേ ഉണ്ട് കേട്ടോ, നീ വിഷ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്ന് പറയും. അതൊരു വലിയൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ മറന്നാലും അവൾ എന്നെ ഓർമ്മപ്പെടുത്തും. അതുപോലെ തന്നെ ഒരുപാട് സംസാരിച്ച് ഒരു ഫോൺ കയ്യിലെടുക്കാൻ പറ്റാത്തൊരു വ്യക്തികള് ഇത്രയും കാര്യങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാനായിട്ട് ആ ഫോണിലൂടെ സംസാരിക്കാൻ ഇത്രയും ഒന്നും സാധിക്കാത്ത ഒരു വ്യക്തിക്ക് സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണ്. അതിന് പ്രത്യേകം അവരുടെ കുടുംബക്കാരനെ പ്രത്യേകം അവളെ നാത്തുമാരേനും പ്രത്യേകം ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. എന്താ വെച്ചാൽ ഫോണൊക്കെ ഓൺ ചെയ്ത് അരികിലേക്ക് ഇന്ന് ഈ ഒരു വയ്യാതെ കിടക്കുന്ന ഒരു വ്യക്തികളെ കുടുംബക്കാര് സപ്പോർട്ടില്ലാതെ കഴിയുന്ന ഒരു കാലമാണ്. അപ്പൊ ഡോളിക്ക് കിട്ടിയ കുടുംബം വലിയൊരു അനുഗ്രഹം നിറഞ്ഞ ഒരു കുടുംബമായിരുന്നു. അങ്ങനെ ഡോളി കുറച്ചു കാലം ഡോളിക്ക് രോഗം വേറെ ഒരു രോഗമായി മാറി. അത് ക്യാൻസർ എന്ന രോഗമായിരുന്നു. ഇത്രയും സന്തോഷത്തോടുകൂടി പുഞ്ചിരിച്ചു നടന്ന ഡോളിക്ക് ഈ രോഗാവസ്ഥ അറിഞ്ഞതിന് ശേഷം ഭയങ്കര വിഷമമായി. ആരോടും മിണ്ടാതെയായി, ഫോൺ കോൾ എടുക്കാതെയായി. അപ്പോ എല്ലാവർക്കും ഒരുപാട് വിഷമമായിരുന്നു ഡോളിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ ഇത്രയും സന്തോഷത്തോടു കൂടി പോയിരുന്ന ഡോളി എങ്ങനെ ഇങ്ങനെയായി എന്നുള്ള വിഷമം എല്ലാവർക്കും ഉണ്ടായി. അവൾ ആ രോഗാവസ്ഥ അറിഞ്ഞതിന് ശേഷമാണ് അവൾ ഇങ്ങനെയായത്. എങ്കിലും അവള് ഇപ്പോൾ ഞാൻ ഈ മെസ്സേജ് ഇടുന്നതിന്റെ 41 ദിവസം ആവാൻ പോവുകയാണ് അവൾ മരിച്ചിട്ട്, ഈ ലോകം വിട്ടുപിരിഞ്ഞിട്ട്. ഒരുപാട് പേർക്ക് സന്തോഷം അവളെ കുറിച്ച് പറയാൻ ഒരുപാട് പേർക്കുണ്ട്. ആര് ചെന്നാലും അവൾക്ക് അവരെ ഒന്ന് തൊടണം, അവരെ ഒന്ന് സ്പർശിക്കണം, ഒരു ഉമ്മ അവൾ ചോദിക്കാറുണ്ട്. പക്ഷെ അതൊരു വലിയൊരു സ്നേഹത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനും കാണുന്നത്.
എങ്കിലും അവള് മൂലം അനേകം മക്കൾക്ക് മാനസാന്തരം വന്നിട്ടുണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താന്ന് വെച്ചാൽ ഇത്രയും ഇങ്ങനെ ഒരു വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ മറ്റുള്ളവരുമായി കാര്യങ്ങൾ ചെയ്യാനൊക്കെ. പിന്നെ അവളുടെ മരണസമയത്തെ കുറിച്ച് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, മരണസമയം അവള് എല്ലാം ഒരുങ്ങി ആണ് മരിച്ചത്. ഈശോ എന്തായാലും ആ മകളെ സ്വർഗത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുമെന്ന് ഉറപ്പായിട്ടും ഞാൻ വിചാരിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ, മരണസമയത്ത് ഈശോ മറിയ ഔസേപ്പെ ആത്മാവിന് കൂട്ടായിരിക്കണമേ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം ഡോളിക്ക് കിട്ടിയെന്നാണ് ഡോളിയുടെ കുടുംബക്കാർ പറഞ്ഞത്. നമ്മൾക്ക് ഓരോരുത്തർക്കും മരണസമയം അറിഞ്ഞു മരിക്കാൻ നമുക്കൊരു ഭാഗ്യം കിട്ടണം. പിന്നെ ഞാൻ ഈ മെസ്സേജ് പറഞ്ഞത് അനേകം മക്കൾക്ക് ഉപകാരമായി മാറണം. നമ്മൾ രോഗിയാണ് എന്ന് വിചാരിച്ച് ചടങ്ങി ഒതുങ്ങിയിരിക്കാനുള്ളവരല്ല. നമ്മളെ കൊണ്ട് എന്ത് പറ്റും, എന്ത് ചെയ്യും. ചിലപ്പോൾ ഒരു പുഞ്ചിരിയോടുകൂടി ഒരു മനുഷ്യനെ നമുക്ക് നല്ലൊരു ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ പരമാവധി ഈ രോഗികളായി കിടക്കുന്ന കുടുംബങ്ങളെ ഇതേപോലെ ഡോളിയെ പോലെ പല സ്ഥലങ്ങളിലേക്കും അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറയാണ്. രോഗാവസ്ഥയിലെ ആ രോഗത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ഓരോ ചിന്തകളിലേക്ക് കടന്നു പോകുമ്പോഴാണ് ആ രോഗത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുള്ളൂ. ഡോളി അത്രയും സന്തോഷത്തിലാണ് നടന്നു പോയിരുന്നത്. കുറച്ച് നാളാണ് ഡോളി ഒന്ന് സൈലന്റ് ആയത്. എങ്കിലും മരണസമയത്തിന്റെ നേരത്തായാലും അവള് അടുത്ത് ഒന്ന് ആദ്യത്തെ പോലെ കുറേശ്ശൊക്കെ ഒന്ന് സന്തോഷിക്കാൻ ഇടയായി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു.